നമസ്കാരം. ഇന്ന് യാദൃശ്ചികമായി ജമ്മു കാശ്മീരിലെ കുപ്വാര ജില്ലയിലെ കുനൻ പോഷ്പുര ഗ്രാമങ്ങളുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് പഴയ സംഭവങ്ങൾ മനസ്സിൽ ഓർമ്മ വന്നത്. ഉടനെ അന്വേഷിച്ചപ്പോഴാണ് കുനൻ പോഷ്പുര ഗ്രാമം തൊട്ടടുത്താണെന്ന് മനസ്സിലായത്. ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചില്ലെങ്കിലും ഗ്രാമത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചു. കൂനൻ പോഷ്പുര ഗ്രാമങ്ങൾ 1991 വരെ ശാന്തമായ കാശ്മീർ താഴ്വരയിലെ മനോഹരമായ ഗ്രാമങ്ങളായിരുന്നു. അവിടെയുള്ള കുട്ടികൾ വിദ്യാഭ്യാസത്തിന് മുന്തിയ പരിഗണന നൽകിയവരായിരുന്നു. ഏതൊരു കാശ്മീരിയെയും പോലെ കുനനിയിലെയും പോഷ്പുരയിലെയും ഗ്രാമീണർ സുന്ദരന്മാരും സുന്ദരിമാരുമായിരുന്നു. 1991 ഫെബ്രുവരി മാസം 21 കാളരാത്രിയിൽ പാവപ്പെട്ട നിഷ്കളങ്കരായ കാശ്മീരികളുടെ സ്വപ്നങ്ങളും ഭാവിയും തല്ലിത്തകർത്തു. അന്ന് രാത്രി, അതായത് 1991 ഫെബ്രുവരി മാസം 23 പാതിരാത്രിയിൽ ഇന്ത്യൻ ആർമിയുടെ 4th രജപുത്താനാസിലെ 300ഓളം വരുന്ന സൈനികർ കുനനിലെയും പോഷ്പുരയിലെയും ഗ്രാമങ്ങളിലേക്ക് ആയുധങ്ങളുമായി ഇടിച്ചു കയറി. തീവ്രവാദികളെ തിരയാനെന്ന പേരിൽ നടത്തിയ തിരച്ചിലിൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു. സൈന്യം ഗ്രാമത്തിലെ മുഴുവൻ പുരുഷന്മാരെയും തോക്ക് ചൂണ്ടി വീടുകളിൽ നിന്ന് പുറത്തിറക്കി. എല്ലാവരെയും സമീപ പ്രദേശത്തെ വിജനമായ സ്ഥലത്തേക്ക് മാറ്റി. കൊച്ചു കുട്ടികൾ മുതൽ 80 വയസ്സ് കഴിഞ്ഞ വൃദ്ധന്മാർ വരെയുള്ള സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു, ക്രൂരമായി പീഡിപ്പിച്ചു. ഗ്രാമത്തിലെ ഓരോ സ്ത്രീയെയും 5 മുതൽ 6 വരെ പട്ടാളക്കാർ വീതം വെച്ചെടുത്തു. അവരുടെ പിതാക്കളെയും ഭർത്താക്കന്മാരെയും മക്കളെയും പട്ടാളം ബലം പ്രയോഗിച്ച് ഗ്രാമത്തിൽ നിന്ന് മാറ്റിയിരുന്നു. നിസ്സഹായരായ സ്ത്രീകളുടെ ദയനീയമായ രോദനത്തിന്, ആക്രമികളുടെ കാൽപാദങ്ങളിൽ വീണുള്ള ദയാവായ്പിനായുള്ള അപേക്ഷയ്ക്ക് മദ്യപിച്ച് മതോന്മത്തരായി വന്ന രജപുത്താന റൈഫിൾസിലെ പട്ടാളക്കാരുടെ മനസ്സിനെ ഒന്ന് ഇളക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അവർ ഓരോരുത്തരെയും ചുമരിന് നേരെ പിടിച്ചു നിർത്തി സ്ത്രീകളുടെ മാറിടത്തിലേക്ക് വായിലേക്കും തോക്ക് ചൂണ്ടി മിണ്ടിയാൽ വെടിവെച്ചു കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. സ്ത്രീകളുടെ മേൽവസ്ത്രം വലിച്ചെറിഞ്ഞു, വസ്ത്രങ്ങൾ ഉരിഞ്ഞെറിഞ്ഞു. നിസ്സഹായരായ സ്ത്രീകൾ പ്രതിരോധിച്ചു നോക്കിയെങ്കിലും പട്ടാളക്കാരോട് പിടിച്ചു നിൽക്കാൻ അത് പോരായിരുന്നു. ആയിഷയിൽ വയലാർ പാടിയതുപോലെ അച്ചറു കിളിയത്ര ചിറകിട്ടടിച്ചാലും 1000 വഴികളെ മുറിക്കാൻ കഴിയില്ല എന്നതായിരുന്നു കുനനിലെയും പോഷ്പുരയിലെയും സ്ത്രീകളുടെ അവസ്ഥ. കൊച്ചുകുട്ടികളും ബുദ്ധിമാന്ദ്യം വന്നവരും വൈകല്യമുള്ളവരും ഗർഭിണികളും വൃദ്ധരും ആരെയും ഒഴിവാക്കിയില്ല. അമ്മമാർ മക്കളുടെ മുമ്പിൽ വെച്ചും മക്കൾ അമ്മമാരുടെ മുന്നിൽ വെച്ചും അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു. നേരം പുലർന്നപ്പോൾ വീടുകളിലെ പുരുഷന്മാർ തിരിച്ചു വന്നപ്പോൾ ഗ്രാമം ശോകമൂഖമായിരുന്നു. ആദ്യം ഓരോ സ്ത്രീയും കരുതിയത് തങ്ങൾ മാത്രമേ ആക്രമിക്കപ്പെട്ടു എന്നായിരുന്നു. പിന്നീട് ഗ്രാമത്തിലെ എല്ലാവരെയും അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന് എല്ലാവരും മനസ്സിലാക്കി. അവിവാഹിതരായ പെൺകുട്ടികൾ പരാതി കൊടുക്കാൻ മടിച്ചു. 3 പെൺകുട്ടികൾ മാത്രമാണ് പരാതിയുമായി മുന്നോട്ട് വന്നത്. അതിലൊരു കുട്ടി പോളിയോ ബാധിതയും മറ്റൊരു പെൺകുട്ടി ചെവി കേൾക്കാത്ത ബധിരയുമായിരുന്നു. സംഭവം നടക്കുമ്പോൾ പട്ടാളത്തിൻ്റെ കമാൻഡിംഗ് ഓഫീസർ വിളിപ്പാടകലെ ഉണ്ടായിരുന്നുവത്രേ. ശക്തമായ ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് നീട്ടിയടിച്ച് അദ്ദേഹം വിളിച്ചു പറഞ്ഞുവത്രേ, ശബ്ദമുണ്ടാക്കരുതെന്ന്. ജമ്മു കാശ്മീർ മനുഷ്യാവകാശ കമ്മീഷന് ഒരു സ്ത്രീ കൊടുത്ത പരാതിയിൽ എല്ലാ ഭീകരതയും നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ബോധം തിരിച്ചു വന്നപ്പോൾ എൻ്റെ തലയിൽ ഒന്നുമുണ്ടായിരുന്നില്ല. എൻ്റെ മുഖം നനഞ്ഞിരുന്നു. ഞാൻ കരയുകയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ നഗ്നയായിരുന്നു. എൻ്റെ ശരീരവും ആത്മാവും നഗ്നമായിരുന്നു. എന്നോടൊപ്പം കിടന്നുറങ്ങിയിരുന്ന എൻ്റെ അമ്മ തൊട്ടടുത്ത മുറിയിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു. അമ്മ എന്നിൽ നിന്ന് മുഖം തിരിച്ച് കിടക്കുകയാണ്. പുറത്താരോ വന്ന് കരയുന്നത് ഞാൻ കേട്ടു. എൻ്റെ സഹോദരനായിരുന്നു. അവൻ എന്തോ ഒരു തുണി കൊണ്ടുവന്ന് എൻ്റെ ശരീരം മറച്ചു. അത് എന്തായിരുന്നുവെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇന്നേ വരെ ഞാനത് ചോദിച്ചിട്ടുമില്ല. ആ രാത്രിയെക്കുറിച്ച് ഞങ്ങൾ ഒരിക്കലും പിന്നീട് പരസ്പരം ചർച്ച ചെയ്തിട്ടുമില്ല. രക്ഷപ്പെട്ടവർ തങ്ങളുടെ മാറിടങ്ങളിലെയും മുഖത്തെയും കടിയുടെ പാടുകൾ, നഖക്ഷതങ്ങൾ പോലീസിന് മുൻപാകെ കാണിച്ചു കൊടുത്തിട്ടും വായിൽ നിന്ന് രക്തവും നുരയും വന്നവരും എല്ലാം സത്യസന്ധമായി പറഞ്ഞു കൊടുത്തിട്ടും
ഒരു നടപടിയും ഉണ്ടായില്ല. പട്ടാളം ചെയ്ത ക്രൂരകൃത്യങ്ങൾക്കെതിരെ ഇരു ഗ്രാമത്തിലെയും ജനങ്ങളും കാശ്മീരിലെ മനുഷ്യാവകാശ പ്രവർത്തകരും നിരന്തരം പോരാടിയിട്ടും ഇന്നേവരെ ഒരാൾക്കെതിരെ പോലും ശിക്ഷാ നടപടി ഉണ്ടായിട്ടില്ല. Authorities to conduct inquiry and take action. It will be good in the larger interests of the country if they stop anything if committed illegally. 2011 ജമ്മു കാശ്മീർ മനുഷ്യാവകാശ കമ്മീഷൻ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാനും തുടർ നടപടികൾക്കും നിർദ്ദേശിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. എല്ലാം കടലാസിലൊതുങ്ങി. 2013 സംഭവത്തിലെ 50 പീഡിതരായ സ്ത്രീകൾ ഹൈക്കോടതിയെ സമീപിച്ച് കേസിൻ്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും സൈന്യം ഹൈക്കോടതിയെ സമീപിച്ച് തെളിവുകളുടെ അഭാവത്തിൽ കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കേസിൻ്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഇരകളുടെയും മനുഷ്യാവകാശ പ്രവർത്തകരുടെയും ഹർജികൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായി ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു. കേസിലെ പല സാക്ഷികളും ഇതിനോടകം മരണപ്പെട്ടു. മരണപ്പെടുന്നതിന് മുമ്പ് നീതിദേവത കൺതുറക്കുന്നത് കാണാൻ കഴിയാതെ പല ഇരകളും മരണമടഞ്ഞു. നമ്മുടെ സൈന്യം ഇപ്പോഴും പറയുന്നത് കുനൻ പുഷ്പര സംഭവം സേനയുടെ അഭിമാനം തകർക്കാൻ കെട്ടിച്ചമച്ചതാണെന്നാണ്. ഇനിയൊരു കൂനൻ പുഷ്പര ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായ നടപടിയെടുക്കേണ്ട ഉന്നത സംവിധാനങ്ങൾ സൈന്യത്തിൻ്റെ സമ്മർദ്ദത്തിന് മുമ്പിൽ അടിമപ്പെട്ട് മിണ്ടാതിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കുനൻ പുഷ്പര ഗ്രാമത്തിൽ നിന്ന് വിവാഹിതരാവാൻ മടിക്കുന്നു. ഇപ്പോൾ ആ ഗ്രാമത്തിലെ ജനങ്ങൾ പരസ്പരം വിവാഹിതരാവുന്നു. പുറത്തുള്ള ആളുകളുമായി വിവാഹബന്ധം പോലും സാധിക്കാതെ കുനൻ പുഷ്പര ഗ്രാമം ഒറ്റപ്പെട്ട് കിടക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസം നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുനൻ പുഷ്പര ഗ്രാമത്തിലെ ജനങ്ങളും കാത്തിരിക്കുന്നു. നീതിദേവത എന്നെങ്കിലും കൺതുറക്കുമെന്ന വിശ്വാസത്തോടെ നന്ദി, നമസ്കാരം.